പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി 7 കർമ്മ പദ്ധതികൾ അനുവർത്തിക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കൽപ്പിച്ചത്. കോവിഡ് കാലത്തേക്കാൾ ഭീകരമായ നിർദ്ദേശങ്ങളാണ് മൂപ്പര് കൽപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ ആയുധ കച്ചവട താല്പര്യത്തിന്റെ ഭാഗമായി അവർ സൃഷ്ടിച്ചെടുക്കുന്ന യുദ്ധങ്ങളെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ തന്നെ തുറന്നെതിർക്കുമ്പോഴും അമേരിക്കയിലെ തൻ്റെ മൈ ഡിയർ ഫ്രണ്ടിനെതിരെ കാ എന്ന് മിണ്ടാത്ത ആളാണ് നമ്മുടെ മോദി. മൂപ്പരാണിപ്പോൾ പ്രതിസന്ധി പരിഹരിക്കാൻ 7 കർമ്മ പദ്ധതികളുമായി ഇറങ്ങിയിരിക്കുന്നത്. ശുദ്ധ വിഡ്ഢിത്തരങ്ങൾ. എന്നാൽ നമ്മുടെ മുഖ്യധാര മാപ്പറുകൾക്ക് ഇതൊരു വിഷയമേ അല്ല. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള സഖാവ് ജോൺ ബ്രിട്ടാസ് പ്രധാനമന്ത്രിയുടെ ഈ കർമ്മ പദ്ധതികളുടെ പൊള്ളത്തരം പൊളിച്ചെടുക്കുന്നത്. ഹായ്, നമസ്കാരം. പ്രധാനമന്ത്രിയുടെ 7 സൂക്തങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഗവൺമെന്റിന്റെ പിടിപ്പുകേടിന് ജനം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ 7 സൂക്തങ്ങൾ? ആ സൂക്തങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് വല്ലോ അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? പഴയ നോട്ട് നിരോധനത്തിന്റെ 2ാം പതിപ്പാണ് അദ്ദേഹത്തിന്റെ ഈ സൂക്തങ്ങളെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. എന്താണ് 1ാമത്തെ സൂക്തം? വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ മതി, വർക്ക് ഫ്രം ഹോം. കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോമിലേക്ക് ഇന്ത്യൻ ജനത, ലോക ജനത മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്തിനാണ് വർക്ക് ഫ്രം ഹോം? അവരുടെ തൊഴിൽ തന്നെ ഇല്ലാതാക്കുക, അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് 2ാമത്തെ സൂക്തമാണ് ഏറ്റവും വിചിത്രമായ സൂക്തം. 1 വർഷത്തേക്ക് സ്വർണം വാങ്ങരുത് എന്ന്. ഈ സ്വർണത്തിന്റെ ഇറക്കുമതി ഉദാരമാക്കിയത് ആരാണ്? അതിന്റെ തീരുവ വെട്ടിക്കുറച്ചത് ആരാണ്? ഇനി അദ്ദേഹം മനസ്സിലാക്കേണ്ട, അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രം അറിയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ നോട്ട് നിരോധനം പോലുള്ള വലിയ ബ്ലണ്ടറുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തുകൊണ്ടാണ് ജനം സ്വർണം വാങ്ങുന്നത്? മറ്റൊരു മേഖലയിലും സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാൻ കഴിയുന്നില്ല. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ കഴിയുന്നില്ല, ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കാൻ കഴിയുന്നില്ല, ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഓഹരികൾ വാങ്ങാൻ കഴിയുന്നില്ല. ഈ സുരക്ഷിതത്വക്കുറവുള്ളപ്പോൾ സാധാരണ ജനം അവന്റെ പണം നിക്ഷേപിക്കാൻ കാണുന്ന ഒരു മാർഗമാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഡീസൽ, പെട്രോൾ ഉപയോഗം കുറയ്ക്കണമെന്നാണ്. സംശയമില്ല കാര്യത്തിൽ. പക്ഷേ പ്രധാനമന്ത്രി, താങ്കൾക്ക് അറിയുമോ, ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന നീങ്ങുന്നത്, ഉരുളുന്നത് ഈ ഇന്ധനത്തിന് മേലാണ്. ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെയുള്ള എണ്ണയുടെ, ഇന്ധനത്തിന്റെ ഉപഭോഗം മനസ്സിലാക്കിയാൽ മതി. എണ്ണയുടെ ഉപഭോഗം കൂടുമ്പോൾ സമ്പദ്ഘടന കൂടുതൽ മുന്നോട്ട് ചലിക്കുന്നു എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ കൃത്യമായിട്ട് പ്രതിപാദിക്കും. അപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക മാന്ദ്യം വ്യവസായ മാന്ദ്യമാണോ അദ്ദേഹം ഇതിലൂടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മറ്റൊരു വിചിത്രമായിട്ടുള്ള സൂക്തം, രാസവളം, അതായത് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അതൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മൾ പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറണം, നാച്ചുറൽ ഫാമിങ്ങിലേക്ക്. പറയാൻ വളരെ എളുപ്പമാണ്. പാവപ്പെട്ട കർഷകന് എന്തെങ്കിലും വിളകിട്ടണമെങ്കിൽ അവന് മതിയായ വളം വേണം. നിങ്ങൾക്ക് ന്യായവിലയ്ക്ക് കർഷകന് രാസവളം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനൊരു ഉപദേശവുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഭക്ഷ്യോത്പാദനത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും അറിയുമോ? അദ്ദേഹത്തിന്റെ അടുത്ത സൂക്തം, അതായത് ഫോറിൻ ബ്രാൻഡഡ് ഒന്ന് ഉപയോഗിക്കുന്നു. 10 ലക്ഷത്തിന്റെ സൂട്ട് ഉപയോഗിച്ച ആളാണ് അദ്ദേഹം. 10 ലക്ഷത്തിന്റെ സൂട്ട്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം, അദ്ദേഹം ഉപയോഗിക്കുന്ന ഏതാണ് വിദേശ നിർമ്മിതമല്ലാത്തത്? മാത്രമല്ല, ഇന്നത്തെ ലോകക്രമത്തിൽ ഏതാണ് വിദേശം, ഏതാണ് സ്വദേശമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളുടെയും അതിന്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വരുന്നത്? ചൈനയ്ക്കെതിരെ ഇവർ പറയാറുണ്ട് പലപ്പോഴും. ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം 2 മടങ്ങായി വർദ്ധിച്ചത് മോഡി സർക്കാരിന് കീഴിലാണ്. ചൈനയുമായിട്ടുള്ള ഇറക്കുമതി, ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ക്രമാതീതമായി ഉയർന്നത് BJP സർക്കാരിന്റെ കീഴിലാണ്.
ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കമ്മി ഡബിളായത്, ഇരട്ടിയായത് NDA ഗവൺമെന്റിന്റെ കീഴിലാണ്. നമ്മുടെ മാനുഫാക്ചറിങ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ, നമ്മുടെ അടിസ്ഥാന മാനുഫാക്ചറിങ് വ്യവസായ മേഖല ഇതൊക്കെ നിൽക്കണമെങ്കിൽ വിദേശത്തുള്ള ഇറക്കുമതി വേണം. അതുകൊണ്ട് ഏതാണ് സ്വദേശി, ഏതാണ് വിദേശി, ആർക്ക് കൽപ്പിക്കാൻ പറ്റും? അങ്ങനെയുള്ള ഒരു മയോപ്പിക് ആയിട്ടുള്ള സങ്കുചിതമായ ഒരു നിലപാട് കൊണ്ട് ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ 7ാമത്തെ സൂക്തമാണ് ഏറ്റവും രസകരമായ സൂക്തം. വിദേശ യാത്ര ഒഴിവാക്കണം. വല്ലപ്പോഴും നമ്മുടെ രാജ്യം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു സൂക്തം മുമ്പോട്ട് വെക്കണം. പുതിയ സ്ഥിതിയുടെ കണക്ക് പ്രകാരം ഇദ്ദേഹത്തിന്റെ സൂക്തമില്ലാതെ തന്നെ വിദേശത്തേക്കുള്ള യാത്രകൾ ആൾക്കാർ കുറച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തികമായി ഭദ്രതയുള്ള ആൾക്കാർ അവർ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തി അവരുടെ വിഭവങ്ങൾ വിദേശത്ത് നിക്ഷേപിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ സമ്പദ്ഘടനയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഈ മോഡിക്ക്, ഈ പ്രധാനമന്ത്രിക്ക് ആർത്തു വിളിക്കുന്നവർ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. ഇനി അവസാനത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിസന്ധി, കോവിഡിന് സമാനമായ പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് സംജാതമായി? പശ്ചിമേഷ്യയിൽ നിയമവിരുദ്ധമായ അധാർമികമായ ഒരു യുദ്ധം അമേരിക്കയും സഖ്യകക്ഷിയുമായ ഇസ്രയേല് അടിച്ചേൽപ്പിച്ചതുകൊണ്ടാണ്. ഒരു സോവറിൻറ്റിയുള്ള, അതായത് സ്വാതന്ത്ര്യമുള്ള, പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിന് മേൽ കടന്നാക്രമണം നടത്തുന്നു. എന്നിട്ട് നമ്മളെന്തെങ്കിലും ശബ്ദിച്ചു? അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും അമേരിക്കയുടെ നടപടിയെ തുറന്ന് എതിർത്തപ്പോൾ ഇന്ത്യ എന്തേ മൗനം പാലിച്ചത്? ആ മൗനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറ്റക്കാരിയെ പറയാനുള്ളൂ, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, താങ്കൾ താങ്കളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. സൂക്തങ്ങളിൽ അഭിരമിക്കേണ്ട സമയമല്ല. ഈ രാജ്യത്തെ കൈപിടിച്ചുയർത്തേണ്ട ഒരു ഉത്തരവാദിത്വമായിരുന്നു നിങ്ങളിൽ ഏൽപ്പിച്ചത്. പക്ഷേ ഈ രാജ്യത്തെ ചവിട്ടിത്താഴ്ത്തുന്ന തലത്തിലേക്കാണ് താങ്കളുടെ പ്രവൃത്തികളും വാക്കുകളും മാറുന്നത് എന്നത് ദൗർഭാഗ്യകരമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.